കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 1975 ഒരു കവി ഇങ്ങനെ പാടി: മണ്ണിലും മിന്നിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. മണ്ണിലും മിന്നിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നുവെന്ന് ആ കവി പാടി. ആ കവിക്ക് തെറ്റുപറ്റി. ഏത് മണ്ണിലാണ് ദൈവമിരിക്കുന്നത്? ഏത് മിന്നിലാണ് ദൈവമിരിക്കുന്നത്? ഏത് തൂണിലാണ് ദൈവമിരിക്കുന്നത്? ഏത് തുരുമ്പിലാണ് ദൈവമിരിക്കുന്നത്? എന്നാൽ ആ കവി അടുത്തിങ്ങനെ മനോഹരമായി പാടി: അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. എത്ര മനോഹരം! എന്റെ കർത്താവായ യേശു ക്രിസ്തു കരുണാമയനാണ്, സ്നേഹസമ്പന്നനാണ്, കാവൽ വിളക്കാണ്, വഴിയും സത്യവും ജീവനും മാർഗവുമാണ്. ആ കരുണാമയനായ യേശു തമ്പുരാൻ, യേശു കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. 1967 മറ്റൊരു കവി ഇങ്ങനെ പാടി: കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. കളിമൺ പ്രതിമകൾ, ചിരിക്കാനറിയാത്ത കരയാനറിയാത്ത കളിമൺ പ്രതിമകളെ. കളിമൺ പ്രതിമകളിൽ ദൈവം വസിക്കുന്നില്ല. എന്റെ കർത്താവായി യേശു ക്രിസ്തു കളിമൺ പ്രതിമകളിൽ വസിക്കുന്നില്ല, വാസം ചെയ്യുന്നില്ല. മുട്ടുന്നവന്റെ മുന്നിൽ വാതിൽ തുറക്കുന്ന, സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കുന്ന എന്റെ കർത്താവ്, യാചിക്കുന്നവന് കൊടുക്കുന്ന എന്റെ കർത്താവ്, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമാക്കി വച്ചിരിക്കുന്ന എന്റെ കർത്താവ്, സ്വർഗവും പാതാളവും സ്വന്തം കൈക്കുമ്പിളിൽ വച്ചിരിക്കുന്ന എന്റെ കർത്താവ്, നീതിമാന്റെ വഴി ഏതാണെന്നറിയുന്ന എന്റെ കർത്താവ്. ദുഷ്ടന്റെ വഴി ദുഷ്കരമത്രേ, ദുഷ്ടന്റെ വഴി പാതാളമാകുന്നു. നീതിമാന്റെ വഴിയോ സ്വർഗസിംഹാസനം. സ്വർഗത്തിലേക്കുള്ള വഴിയാകുന്നു നീതിമാന്റെ വഴി. ചിരിക്കാത്ത കരയാത്ത കളിമൺ പ്രതിമകളെ കൊണ്ടു നടക്കുന്നവരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് നിങ്ങൾ വരിക. എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുക. എൻ്റെ കർത്താവ് നിങ്ങൾക്ക് സമാധാനം, സാന്ത്വനം, സ്നേഹം എല്ലാം നൽകും. യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ.